നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമാണ് അല്ലെങ്കിൽ നിക്ഷേപ സൗഹൃദമാണ് എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടിക്കടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ സമകാലിക സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഒരു ഹർത്താൽ സൗഹൃദ സംസ്ഥാനം കൂടിയാണ് എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇത് രണ്ടും കൂടെ എങ്ങനെ സമരസപ്പെട്ടു പോകും? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഹർത്താലും വ്യവസായ സൗഹൃദവും ഒരുമിച്ച് എങ്ങനെ പോകും? അത് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് 2 in 1 കണ്ടിട്ടുണ്ടല്ലോ. റേഡിയോയും ടേപ്പ് റെക്കോർഡറും കൂടെ 2 in 1. നമ്മൾ റേഡിയോ വെക്കേണ്ടപ്പോൾ റേഡിയോ വെക്കാം, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ വെക്കേണ്ടപ്പോൾ ടേപ്പ് റെക്കോർഡർ വെക്കാം. അപ്പം നിക്ഷേപം നമുക്ക് നടത്തണമെങ്കിൽ അവർക്കൊന്ന് നിക്ഷേപം നടത്താം, ഹർത്താൽ നടത്തണമെങ്കിൽ ഹർത്താൽ നടത്താം. അതിനേക്കാൾ ഉദാത്തമായൊരു ജനാധിപത്യ വികസന സങ്കല്പം മറ്റൊരു കാര്യം പറയാം. അതല്ലേ ജനാധിപത്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ നമുക്കുള്ളത്. അപ്പോൾ ഹർത്താൽ നടത്താൻ താല്പര്യമുള്ളവൻ ഹർത്താൽ നടത്താം, വ്യവസായം നടത്തേണ്ടവൻ വ്യവസായം നടത്തട്ടെ. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം പോകേണ്ടത്. ഹർത്താലിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസം വ്യവസായവും കൂടെ എങ്ങനെ ചേരും? അതെ, വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷം മുമ്പാണ് മനോരമയിൽ വന്നൊരു കാർട്ടൂൺ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് മായാതെ നിൽപ്പുണ്ട്. ഒരു തരിശായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതിനെ വേലി കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ തരിശ സ്ഥലത്തിന് 4 വശവും വേലി കെട്ടിയിരിപ്പുണ്ട്. അതിൻ്റെ മുന്നിൽ കുറച്ച് കൊടിയുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ സൈറ്റ് ഫോർ ഫാക്ടറി എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇവരുടെ മുദ്രാവാക്യം, ഇവിടെ ഒരു ഫാക്ടറി വരുമെങ്കിൽ, അവിടെ ഒരു ജോലി ലഭിച്ചെങ്കിൽ ഇക്കുടിയാണേ കട്ടായം ഫാക്ടറി ഞങ്ങൾ പൂട്ടിക്കും. ആ മനോഭാവമാണ് ഇപ്പോഴും നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കുള്ളത്. അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു, ജനകീയ നേതാക്കന്മാരായിട്ട് മാറുന്നു. അവരുടെ പിന്നിലെ ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന അണികളെ നമുക്ക് കാണാം. അവർക്ക് ചോര കൊടുക്കാം, നീര് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇറങ്ങി നടക്കുന്നു. കേരളത്തിൽ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. തൊട്ടപ്പുറത്തല്ലേ ഈ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഹർത്താൽ നടന്നല്ലോ. തൊട്ടപ്പുറത്തല്ലേ തമിഴ്നാട്ടിലെ പിന്നെ എല്ലാ ഫാക്ടറികളും പ്രവർത്തിച്ചല്ലോ. അപ്പം എപ്പോഴൊക്കെ പണിമുടക്ക് ഇന്ത്യയിൽ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തിൽ മാത്രമേ കേരളം നിശ്ചലമായിട്ടുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിലെ ഒരു വാർത്ത, രസകരമായൊരു വാർത്ത വായിച്ചു. കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് രാവണേശ്വരം എന്നാണ്. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു അനീഷ്, താങ്കളുടെ പേര് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകനെയോ മകളെയോ അത് ഞാൻ ഓർക്കുന്നില്ല, 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആശുപത്രി കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു. ഭാഗ്യത്തിന് ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പിന്നെ ഞാൻ പത്രത്തിൽ വന്ന വാർത്തയാണ് പറയുന്നത്, എൻ്റെ ഓർമ്മയിൽ പറയുന്നതാണ്. ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഏത് ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ഞങ്ങൾ പറഞ്ഞ എന്തിന് കുഞ്ഞിനെ കൊണ്ടുപോയി ഹർത്താൽ ദിനത്തിൽ താൻ കുഞ്ഞിനെ കൊണ്ട് പോയത് തന്നെ തെറ്റാണ്. അതാണ് അവരുടെ ഒരു നിലപാട്. അവസാനം എങ്ങനെ ആരോടൊക്കെ വന്ന് അദ്ദേഹം അതിൻ്റെ മുന്നേ കുത്തിയിരുന്നു, ആരോ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ രാവണേശ്വരം എന്ന് ഞാൻ ഓർത്തിരിക്കുന്നതിൻ്റെ കാര്യം, ഈ രാവണന്മാർ ഈ അയോധ്യയിൽ നമ്മുടെ ഈ പിന്നെ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ പിന്നെ രാവണൻ്റെ സ്ഥലത്തായാലും മാത്രമല്ല ഉള്ളത്. ഇവിടെ രാവണേശ്വരത്ത് രാവണന്മാരാണുള്ളത്. കേരളത്തിലുണ്ട്. കേരളത്തിൽ രാവണന്മാരാണ് അവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം, നമ്മൾ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം കുറേയേറെ കാലമായി നമ്മുടെ കേരളത്തിൽ വളർന്നു വരികയാണ്. ഇപ്പോൾ തന്നെ ആ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഈ ഹർത്താൽ നടത്തിയതാരാ? INTUC ഗാന്ധി സത്യം വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ മഹാത്മാഗാന്ധിയുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്ന ആളുകളാണ്. അവരാണ് കുറച്ചിടത്ത് ആക്രമണം കാണിച്ചത്. INTUC ആണ്. പിന്നെ 2 മറ്റേ വിപ്ലവ പാർട്ടികളുണ്ട്, CPI യും CPM. ഇപ്പോൾ CPMൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 64 പ്രഖ്യാപിച്ചാണ്. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തുക. അതാണല്ലോ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതാണ്. അതിനനുസരിച്ചുമാണ് അടവും തന്ത്രമൊക്കെ സ്വീകരിക്കുന്നത്. CPIയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്തുക എന്നുള്ളതാണ്. ഞാൻ ആനന്ദ തുങ്കലിന് എനിക്ക് ഭയങ്കര സന്തോഷം എന്നറിയാം. ഒരു ദേശീയ ബൂർഷ്വാസി അവൻ ഹെൽമെറ്റും വെച്ചുകൊണ്ട് ഒരു KSRTC ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൊച്ചുകാരിയാണ്. ഒരു ദേശീയ ബൂർഷ്വാസിക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം വളർന്നില്ലേ? KSRTC ബസ് അവൻ ഓടിക്കാൻ, അവൻ ദേശീയ ബൂർഷ്വാസിയാണ്. ഇനി വേറെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ കുറേ പേര് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ ഒരാളിരിക്കുന്ന കണ്ടാൽ പണ്ട് ഈ ശക്തൻ തമ്പുരാൻ സിംഹാസനത്തിൽ ഇരുന്നവരിയ്ക്കുന്നൊരു ചിത്രമാണ് എനിക്ക് ഓർമ്മ. ഇങ്ങോട്ട് പോസ്റ്റ്മാന്മാരെ കയറ്റത്തില്ല. ഈ പോസ്റ്റ്മാന്മാരാരാ? കുത്തക മുതലാളി ബൂർഷ്വാസികളാണ്. അവരെ അതിനകത്ത് പ്രവേശിപ്പിക്കരുത്. അപ്പോൾ ഈ കുത്തക മുതലാളി ബൂർഷ്വാസികളെയും സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളെയും എത്രയിടത്ത് സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾ കടി കൊടുത്തു?
ഒരിടത്തെ ഒരു സാമ്രാജ്യത്തെ വ്യക്താവായിട്ട് തന്നെ അവിടെ വന്നിരുന്നു. അവിടെ കണ്ട ഒരു ആഫീസിലെ പിയൂണാണ്. പക്ഷെ വേഷം മാറി വന്ന സാമ്രാജ്യത്തെ വ്യക്താവാണ്. അവനെ കൈകാര്യം ചെയ്തവർ നന്നായിട്ട് അടി കൊടുത്തു. അപ്പോൾ അങ്ങനെ അധ്യാപകർ ഇവരാരാണ്? ഇവർ പെറ്റിബൂഷയാണ്. അവരെ 10-15 എണ്ണത്തിനെ കൂട്ടിയിട്ടു. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ ദേശീയ ജനാധിപത്യ വിപ്ലവവും ജനകീയ ജനാധിപത്യ വിപ്ലവവും ഗംഗയും യമുനയും പോലെ സംഗമിച്ചൊഴുകുന്ന രോമാഞ്ചജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഹർത്താലുകളും പണിമുടക്കും നടത്തുമ്പോൾ കേരളത്തിൽ കാണാൻ പറ്റുന്നത്. മറ്റൊന്നും കാണാൻ പറ്റില്ല. ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദേശീയ പണിമുടക്കിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് CPM ചില യോഗങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വേദിയിൽ കുറച്ച് വിപ്ലവ ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഏത് പരിപാടിക്ക് മുന്നേ CPMൻ്റെ ഒരു ചടങ്ങാണത്. അപ്പോൾ അവിടെ ഞാൻ കേട്ടൊരു ഗാനം, ജീവിക്കാനൊരു തൊഴിൽ തരൂ, ജീവിക്കാനൊരു തൊഴിൽ തരൂ, പഴയ ഒരു വിപ്ലവ ഗാനമാണ്. വളരെ ഒരു തലമുറയെ തന്നെ ആവേശം കൊള്ളിച്ചൊരു ഗാനം, ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായിരുന്നു ആ ഗാനം. പക്ഷേ ആ ജീവിക്കാനുള്ള തൊഴിലിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ കിട്ടിയ തൊഴിലെടുക്കാൻ പോകുന്നവരെ തടയുന്നു. എന്ത് തോന്നുന്നു? അത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വംശനാശം സംഭവിക്കാനുള്ള തുടക്കം കേരളത്തിലല്ലേ ഉള്ളൂ. ബംഗാളിലുണ്ടോ? ബംഗാളിൽ ഹർത്താലില്ലായിരുന്നല്ലോ. ബംഗാളിൽ ദിവസം CPM ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലോ അല്ലെങ്കിൽ LDF ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലോ ബംഗാളിൽ ഹർത്താൽ നടക്കുവാനും ത്രിപുരയിൽ ഹർത്താൽ നടക്കുവാനും. അപ്പോൾ ബംഗാളിൽ ഹർത്താൽ നടക്കാതെ ഒരു ദിവസം അവിടെ ഉൽപ്പാദനം നടന്നതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ത്രിപുരയിൽ നടന്നതിൻ്റെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഇവിടെ ഉൽപ്പാദനവും നടക്കും, തൊഴിൽ. നോക്കുകൂലി ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യ കേട്ടിട്ടുണ്ടോ? നോക്കുകൂലി അതൊരു അവകാശമാണെന്നാണ് പറയുന്നത്. അത് CITക്കാർ മാത്രമൊന്നുമല്ല, INTUC BMSൻ്റെ ഒരു നേതാവ് പറയുന്നുണ്ട് നോക്കുകൂലി അവരുടെ അവകാശമാണ്. അവരെ വലിയ ഭാരതീയ സംസ്കാരം പറയുന്ന ആളുകളാണ്. ഇതെല്ലാ ട്രേഡ് യൂണിയൻസും പറയുന്ന നോക്കുകൂലി അവരുടെ അവകാശം. ഒരു വൃത്തികെട്ട ട്രേഡ് യൂണിയൻ കൾച്ചർ ഇവിടെ വന്നു. ഒരിക്കൽ എം.എൻ. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ ഒരു പത്രക്കാരനോട് ഹൃദയവേദനയോടെ പറഞ്ഞു, തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ അവരെ പഠിപ്പിച്ചു, പക്ഷേ അവരുടെ കടമകളെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ അപജയം. തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് മാത്രം പഠിപ്പിച്ചതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടു. കുറച്ചാൽ മുന്നേ ഒരു KSRTC സമരം നടന്നപ്പോൾ INTUCക്കാർ പോയിട്ട് ആ KSRTC ബസ്സിൻ്റെ വയറുകളെല്ലാം ഒരുത്തനും എടുക്കരുതെന്നുള്ള ദുർബുദ്ധിയിൽ ആ KSRTC ബസ്സിൻ്റെ വയറുകളെല്ലാം കട്ട് ചെയ്തു. ഒരു INTUC നേതാവ് അല്ലെങ്കിൽ INTUC പ്രവർത്തകർ ചെയ്ത കാര്യമാണ്. സ്വന്തം തൊഴിലിടമാണ്, നാളെ തനിക്ക് പണിയെടുക്കണം എന്നുള്ളൊരു ബോധം അവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. സ്കാനിയ ബസ്സിൻ്റെ ഡീസൽ ടാങ്കിൽ മണൽ വരിയിട്ടില്ലേ? എത്ര കോടി രൂപയാണ് സ്കാനിയ ബസ്സിന്? നമ്മളെന്തും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, എന്തും ചെയ്ത് പോകുന്ന ഒരു തൊഴിലാളി സംസ്കാരം നമ്മുടെ രാജ്യത്ത് വളരുകയും അതിന് വെള്ളവും വളവും നൽകുന്നവൻ, അത് കോൺഗ്രസ് ആയാലും INTUC ആയാലും, അതല്ല CITയും CPM ആയാലും ശരി, AITUCയും CPIയും ആയാലും ശരി, നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു പുതിയ തൊഴിൽ സംസ്കാരം ഇവിടെ വരാതെ നമ്മുടെ കേരളം രക്ഷപ്പെടില്ല. സമീപ ഭാവിയിലൊന്നും അതിനൊരു അവസരം ഞാൻ കാണുന്നില്ല. ആ വൃത്തികെട്ട കൾച്ചർ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. ഓക്കെ, ഏതായാലും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിഷേധം ഏത് സ്വരത്തിലായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് പ്രതിഷേധക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അടച്ചുപൂട്ടലുകളെ ഒന്ന് വിലയിരുത്തുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക മേഖലകളിൽ, ചില പ്രത്യേക സ്ഥാപനങ്ങൾ മാത്രം അടയ്ക്കപ്പെടുന്നു, മറ്റുള്ളവർ തുറക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, റീസെൻ്റായിട്ട് നടന്നൊരു ഹർത്താലിൽ റിലയൻസിൻ്റെ മാളുകൾ പലയിടത്തും പൂട്ടപ്പെട്ടതായി കണ്ടു. പക്ഷേ ലുലു മാൾ കേരളത്തിൽ 3-4 ലുലു മാളുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് പലയിടങ്ങളിലും ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മാളുകളായിട്ടുള്ളത് 2 മാളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 മാളുകളിലും പ്രവർത്തനം സുഗമമായി നടന്നു എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ? അതങ്ങനെ വരത്തുള്ളല്ലോ. ഇവർ സാധാരണഗതിയിൽ നമ്മൾ ഈ കുത്തക മുതലാളി ബൂർഷ്വായെക്കുറിച്ച് പറയുന്നത്, ഒരു കുത്തക മുതലാളിയുടെ അൽസേഷ്യം പറ്റി ഒരു കല്ലെടുത്തെറിയാൻ ഇവിടുത്തെ വിപ്ലവകാരികൾ കഴിഞ്ഞിട്ടുണ്ട്. ആലോചിച്ചുള്ളൂ. ഇവർക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. അത് ഈ കുത്തക മുതലാളി ആദ്യം തന്നെ ബിർള ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് വന്നതാരാണ്? ചാലിയാർ നദി മലിനമാക്കാൻ EMSൻ്റെ കാലത്താണ് വന്നത്. ഗോളിയർ റൈൻസ് EMSൻ്റെ കാലത്താണ് തുടങ്ങിയത്. നമ്മുടെ വനത്തിലെ ഈറ മുള ഒക്കെ ടെണ്ണിന് 50 പൈസ 25 പൈസയ്ക്ക് വിറ്റത് ആ ഗവൺമെൻറ്റായിരുന്നു. അവിടം തൊട്ട് കുത്തക മുതലാളിമാരുമായിട്ട് സന്ധി ചെയ്യുകയും അതേസമയം പാവപ്പെട്ട കൊച്ചു കൊച്ചു കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവൻ്റെ തലയ്ക്ക് മുകളിൽ കയറുകയും ചെയ്യുന്നൊരു സംവിധാനമാണുള്ളത്. പണ്ടും അങ്ങനെയാണ്. അതിപ്പോൾ തുടങ്ങിയ സംവിധാനമല്ല, പണ്ടും അതൊക്കെ തന്നെയാണ്. ഈ ഹർത്താൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നൊരു കൾച്ചർ ഉള്ളതുകൊണ്ട് അവരുടെ തൊഴിലിനെ ഒന്നും ബാധിക്കപ്പെട്ടിട്ടില്ല. അത്യാവശ്യം കമ്പനികളെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ബാധിക്കപ്പെട്ടത് സാധാരണക്കാരാണ്, വഴിയോര കച്ചവടക്കാരാണ്, ചെരുപ്പൂത്തികളാണ്, റോഡിലിറങ്ങി അന്നന്നത്തെ ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കാര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഒരു താല്പര്യവും കാണുന്നില്ല. അതിനെങ്ങനെ താങ്കൾ വിലയിരുത്തും? അല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ കണ്ടൊരു കാര്യം, കോഴിക്കോട്
മെഡിക്കൽ കോളേജിലേക്ക് രോഗിയായിട്ട് പോകുന്ന ജീപ്പ് തടയുകയാണ്. സാധാരണ ബസ് തടഞ്ഞു വയ്ക്കുന്നു, അതിലെ ആളുകളെ വഴിയാധാരമാക്കുന്നു. കുറച്ച് കാലം മുമ്പ് കൊല്ലത്ത് പിന്നെ ഈ ബസ് തടഞ്ഞ് റോഡിൽ കുത്തിയിരുന്ന ആളുകളുടെ മുന്നിൽ അവർ തെരുവ് നാടകം കളിച്ചു. പട്ടിണി ഇരിക്കുന്നതിൻ്റെ മുന്നേ തെരുവ് നാടകം കളിച്ച് അവന് വളരെ സന്തോഷമായിരിക്കില്ല. ഇത് എന്നതാ പറഞ്ഞത്, ഒരു 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 കാര്യത്തിലേക്ക് ഈ ഭൂമിയുടെ അവസാനം ഒരു സ്ഫോടനത്തിലൂടെ അവസാനിക്കും ഭൂമി എന്ന് ഒരു തിയറിയുണ്ട്. ഒരു സ്ഫോടനത്തിലായിരിക്കും ഭൂമി അവസാനിക്കുന്നത്. ഒരു സാഹിത്യകാരനാണോ ശാസ്ത്രജ്ഞനാണോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊന്നുമല്ല, ഭൂമിയുടെ അവസാനം ഒരു തേങ്ങലോടെ ആയിരിക്കും എന്നാണ്. അതെന്താ അങ്ങനെ? അത് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ ഒരു തേങ്ങലോടെ, ദുഃഖത്തോടായിരിക്കും ഭൂമി അവസാനിക്കുന്നത്. അദ്ദേഹം സാഹിത്യത്തിൻ്റെ ഭാഷയെ പറഞ്ഞാണ്. അപ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സജീവമായി നിൽക്കുന്ന ഒരു ഭൂമി ഒരു തേങ്ങലോടെ അവസാനിക്കും. ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ തേങ്ങലോടെ അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആരംഭമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, അതായത് തമിഴ്നാട്ടിലും കർണാടകത്തിലും അല്ലെങ്കിൽ യു.പിയിലും ബീഹാറിലുമൊക്കെ ജനങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്ത് അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ അവസാനിച്ചേ പറ്റും. പുനർവിചിന്തനം ചെയ്യണം. അല്ല, കേരളം പ്രബുദ്ധമാണ്, ഇവിടെ ഒന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. യോജിക്കുന്നു? തീർച്ചയായും കേരളം പ്രബുദ്ധമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കിക്കോളൂ, ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ എവിടെ പല സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതാണ്. എം പിമാരുണ്ട്, സ്വതന്ത്ര എം പിമാരുണ്ട്, MLA മാരുണ്ട്. എങ്ങനെയാണ് സ്വതന്ത്രർക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നത്? സ്വതന്ത്രർക്ക് ജയിക്കാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്ത് സ്വാധീനമുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യുമ്പോഴാണ് സ്വതന്ത്രം ജയിക്കുന്നത്. കേരളത്തിൽ സ്വതന്ത്രം ജയിക്കും. കേരളത്തിൽ ഇപ്പോൾ ഈ ശ്രീധരൻ കേരളം കണ്ട ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നിന്നാൽ നമ്മുടെ പ്രബുദ്ധ ജനത അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ്, രാഷ്ട്രീയമായി നിരക്ഷരരായ ഒരു ജനത ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അവർക്കൊരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് നോക്കി വോട്ട് ചെയ്യാൻ അറിയില്ല. അവർ ചിഹ്നം നോക്കിയോ കൊടി നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ വോട്ട് ചെയ്യും. ആ ജനതയ്ക്ക് അർഹിക്കുന്ന ഗവൺമെൻറ്റേ കിട്ടുകയുള്ളൂ. കേരളം അർഹിക്കുന്ന ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെ കേരളത്തിന് കിട്ടുകയുള്ളൂ. പ്രബുദ്ധരെന്ന വിളി മാത്രം ബാക്കി, അതുമാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.